വേറൊരു രാജ്യത്തെക്കുറിച്ചുള്ള യാത്രാവിവരണം ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. കോലാലംപൂരിൽ നിന്നും അർദ്ധരാത്രി കഴിഞ്ഞാണ് കൊളംബോയിൽ ലാൻഡ് ചെയ്തത്. കൊളംബോയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ബർദയ ഹോട്ടൽ ആണിത്. ഞങ്ങളുടെ മുറിയിൽ നിന്നുള്ള പുറത്തെ കാഴ്ചയാണിത്. രാവിലെ തന്നെ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു. ലോക്കൽ ട്രെയിനുകളൊക്കെ നിറയെ യാത്രക്കാരുമായി ഓടിത്തുടങ്ങിയിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്നാണ് ഞാൻ ശ്രീലങ്കയിലേക്ക് വന്നിരിക്കുന്നത്. ഈ യാത്രയും ഹാരിഷ് അമീർ അലിയുടെ റോയൽ സ്കൈ ഹോളിഡേയ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തു തന്നിരിക്കുന്നത്. ഇന്ന് പകൽ കൊളംബോയിലെ കാഴ്ചകൾ കണ്ടതിനു ശേഷം കാൻഡി എന്ന സ്ഥലത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. വിനോദസഞ്ചാരം സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായതിനാൽ ശ്രീലങ്ക പൊതുവെ സഞ്ചാരികൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സമീപകാലത്ത് ചില പ്രദേശങ്ങളിൽ രാഷ്ട്രീയ അശാന്തിയുടെയും ആഭ്യന്തര സംഘർഷത്തിന്റെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സ്ഥിതിഗതികൾ താരതമ്യേന നിയന്ത്രണത്തിലാണെങ്കിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് സുരക്ഷാ പരിശോധനകൾ കാണാം. വാഹനത്തിന്റെയും യാത്രക്കാരുടെയും രേഖകളൊക്കെ നന്നായി സൂക്ഷിക്കുന്നിടത്തോളം കാലം അവർ സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നതാണ് ഒരു നല്ല കാര്യം. ശ്രീലങ്കയിലെ ഞങ്ങളുടെ യാത്ര വളരെ സുരക്ഷിതവും സുഖകരവുമായിരുന്നു. വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഇടപെടുന്ന ശ്രീലങ്കക്കാരെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കൊളംബോയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സമ്പന്ന ഏരിയയാണ് സിനമൺ ഗാർഡൻസ്. കറുവാപ്പട്ട ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 300-ൽ പരം ഏക്കറിൽ ഇവിടെ ഉണ്ടായിരുന്ന കറുവപ്പട്ട തോട്ടങ്ങളിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഈ പേര് ലഭിച്ചത്. പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇൻഡിപെൻഡന്റ് ഹാൾ, കൊളംബോ ടൗൺ ഹാൾ, നാഷണൽ മ്യൂസിയം എന്നിവ കൂടാതെ നിരവധി വിദേശ എംബസികളും ഹൈക്കമ്മീഷനുകളും രാജ്യത്തെ ഉന്നതരുടെ വീടുകളും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിനമൺ ഗാർഡൻസ്. കൊളംബോ നാഷണൽ മ്യൂസിയം അല്ലെങ്കിൽ ശ്രീലങ്ക നാഷണൽ മ്യൂസിയം ശ്രീലങ്കയിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. 1877-ൽ സ്ഥാപിതമായ ഈ മ്യൂസിയത്തിൽ കാൻഡിയൻ രാജാക്കന്മാരുടെ രാജകീയ ശേഖരങ്ങളും രാജ്യത്തിന്റെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകവുമായി ബന്ധപ്പെട്ട മറ്റു നിരവധി പ്രദർശനങ്ങളും ഇവിടെയുണ്ട്. ശ്രീബുദ്ധന്റെ പല്ലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പേടകം വഹിച്ചിരുന്ന ആനയായ ഹേന്ദുഡുവ രാജയുടെ അസ്ഥികൂടം 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും പിന്നീട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കടത്തപ്പെട്ടതുമായ ബുദ്ധമതത്തിലെ സ്ത്രീ ബോധിസത്വമായ താരയുടെ ഗിൽറ്റ് വെങ്കല ശില്പത്തിന്റെ മാതൃക എന്നിവ ഈ മ്യൂസിയത്തിലെ ചില അപൂർവമായ പ്രദർശനങ്ങളാണ്. സിലോണിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന സർ വില്യം ഹെൻറി ഗ്രിഗറി സ്ഥാപിച്ച ഈ മ്യൂസിയം ദേശീയ മ്യൂസിയം വകുപ്പാണ് ഇപ്പോൾ പരിപാലിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ശ്രീലങ്ക സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച കൊളംബോയിലെ ഒരു ദേശീയ സ്മാരകമാണ് ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ ഹാൾ. 1948 ഫെബ്രുവരി 4-ന് ഗ്ലൗസസ്റ്റർ ഡ്യൂക്ക് ഹെൻറി രാജകുമാരൻ ആദ്യ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഔപചാരിക ചടങ്ങ് ആരംഭിച്ച സ്ഥലത്താണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏതാണ്ട് 5 നൂറ്റാണ്ട് നീണ്ട കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ശ്രീലങ്ക സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ഗംഭീരമായ കല്ലുകൊണ്ടുള്ള സ്മാരകം പടുത്തുയർത്തിയിരിക്കുന്നത്. അക്കാലത്തെ 8 പ്രമുഖ ആർക്കിടെക്ചറുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. 1815-ൽ ആകസ്മികമായി കാൻഡിയൻ ഭരണാധികാരികൾ ദ്വീപിന്റെ പരമാധികാരം ബ്രിട്ടീഷ് സിംഹാസനത്തിന് കൈമാറിയ കാൻഡി രാജാവിന്റെ രാജകീയ കോടതിയായ മഗുൽ മഡുവയെ അടിസ്ഥാനമാക്കിയാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന. അസംബ്ലി ഹാളിന്റെ പുറംഭാഗം സമ്പത്തും സമൃദ്ധിയും സൂചിപ്പിക്കുന്ന പൂങ്കലസങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഗംബോള രാജ്യത്തിലെ പ്രശസ്തമായ എംബെക്കെ മരത്തിൽ കൊത്തുപണികളാൽ നിർമ്മിച്ച 60 തൂണുകളാണ് ഹാളിന്റെ ഉൾവശം മനോഹരമാക്കുന്നത്. കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിൽ തുറിച്ച കണ്ണുകളുള്ള 4 കല്ലുകൊണ്ടുള്ള സിംഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ശ്രീലങ്കയുടെ ആദ്യ പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ഡോൺ സ്റ്റീഫൻ സേനാനായകയുടെ പ്രതിമയുണ്ട്. പുതിയ പാർലമെന്റ് സമുച്ചയത്തിലേക്ക് മാറുന്നതുവരെ സെനറ്റ് ഓഫ് സിലോണിന്റെയും സിലോണിലെ ജനപ്രതി സഭയുടെയും ആചാരപരമായ അസംബ്ലി ഹാളായി ഇത് പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇത് മതപരമായ പരിപാടികൾക്കും വാർഷിക ദേശീയ ദിനാഘോഷങ്ങൾക്കും വേദിയാണ്.
കൊളംബോയിൽ സ്ഥിതി ചെയ്യുന്ന 1153 അടി ഉയരമുള്ള ഒരു ടവറാണ് കൊളംബോ ലോട്ടസ് ടവർ. ശ്രീലങ്കയുടെ പ്രതീകാത്മിക നാഴികക്കൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഗൈവയർ പിന്തുണയുള്ള INS കട്ടബൊമ്മന് ശേഷം ദക്ഷിണേഷ്യയിൽ ഏറ്റവും ഉയരമുള്ള സ്വയം പിന്തുണയുള്ള ഘടനയാണ് ഈ ടവർ. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള 11ാമത്തെ ടവറും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 19ാമത്തെ ടവറുമാണ്. താമരയുടെ ആകൃതിയിലുള്ള ഗോപുരം ആശയവിനിമയത്തിനും നിരീക്ഷണത്തിനും മറ്റ് വിനോദ സൗകര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. $113 മില്യൺ ഈ ടവറിന്റെ നിർമ്മാണ ചെലവ്. ശ്രീലങ്കൻ സംസ്കാരത്തിനുള്ളിലെ വിശുദ്ധിയെ പ്രതീകപ്പെടുത്തുന്ന താമരപ്പൂവിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ രൂപകൽപ്പന. ടവർ പോഡിയം 6 നിലകൾ ഉൾക്കൊള്ളുന്നു. താഴത്തെ നിലയിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ മ്യൂസിയവും റെസ്റ്റോറന്റും സ്ഥിതി ചെയ്യുന്നു. പോഡിയത്തിന്റെ 1ാം നിലയിൽ ഒരു മ്യൂസിയവും 2 എക്സിബിഷൻ ഹാളുകളുമുണ്ട്. റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവ 3ാം നിലയിലാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം 4ാം നിലയിൽ സ്ഥിതി ചെയ്യുന്നു. 5ാം നിലയിൽ ആഡംബര ഹോട്ടൽ മുറികളും വലിയ ബോൾ റൂമുകളും ഉൾപ്പെടുന്നു. 7ാം നിലയിൽ ഒരു നിരീക്ഷണ ഗാലറിയുണ്ട്. ഒരു വലിയ വാട്ടർ പാർക്കിന്റെ രൂപത്തിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശ്രീലങ്കയുടെ സാമ്പത്തിക ബിസിനസ് തലസ്ഥാനമായ കൊളംബോയുടെ ഹൃദയഭാഗത്തായി കടൽ തീരത്ത് 500 മീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന 12 ഏക്കർ വിസ്തൃതിയുള്ള ഒരു നഗര പാർക്കാണ് ഗാലിഫേസ്. ഗവർണർ സർ ഹെൻറി ജോർജ് വാർഡാണ് 1859 ഈ പ്രൊമനേഡ് ആദ്യം സ്ഥാപിച്ചത്. എന്നിരുന്നാലും യഥാർത്ഥ ഗാലിഫേസ് ഗ്രീൻ പിന്നീട് വലിയ പ്രദേശത്തേക്ക് വ്യാപിച്ചു. ഗാലിഫേസ് ഗ്രീൻ തുടക്കത്തിൽ കുതിരപ്പന്തയത്തിനും ഗോൾഫ് കോഴ്സ്, ക്രിക്കറ്റ്, പോളോ, ഫുട്ബോൾ, റഗ്ബി എന്നിവയ്ക്കുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 2022 അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ ക്ഷാമം, വ്യാപകമായ പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന കടം എന്നിവ ശ്രീലങ്കയിൽ വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പ്രസിഡന്റ് രാജപക്സെ ഭരണകൂടത്തിന്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ആരോപണങ്ങളാൽ 2022 തുടക്കത്തിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ കൊളംബോയിലെ ഗാലിഫേസ് ഗ്രീനിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 2022 ശ്രീലങ്കൻ പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർ ഗാലിഫേസ് ഗ്രീൻ താൽക്കാലിക പ്രതിഷേധ ക്യാമ്പാക്കി മാറ്റി. 2022 ഏപ്രിൽ 9 അവർ ഗാലിഫേസ് ഗ്രീൻ പിടിച്ചടക്കുകയും പ്രതിഷേധ ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ക്യാമ്പിൽ ഭക്ഷണം, വെള്ളം, ടോയ്ലറ്റ്, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്കെതിരായി രാജപക്ഷ അനുകൂല പക്ഷക്കാർ നടത്തിയ ബ്ലാക്ക് മൺഡേ ആക്രമണത്തിനിടെ കുറഞ്ഞത് 8 പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും 100 പ്രതിഷേധക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂലൈയിൽ പ്രസിഡൻഷ്യൽ വസതിയിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലും ഇരച്ചു കയറിയ പ്രതിഷേധക്കാരിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് പ്രസിഡന്റ് ഗോതബായ രാജപക്സെ മാലദ്വീപിൽ അഭയം തേടുകയും പിന്നീട് സിംഗപ്പൂരിലേക്ക് കടക്കുകയും ചെയ്തു. 10,000-കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടിയ പാർലമെന്റ് ഹൌസിന്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ. രക്ഷപ്പെടുന്നതിനായി രാജപക്സെ ഇവിടെ നിന്നുമാണ് അടുത്തുള്ള തുറമുഖത്തേക്ക് ഒളിച്ചു കടന്നത്. അതീവ സുരക്ഷയുള്ള പ്രസിഡന്റ് സ്ട്രീറ്റ് എന്ന തെരുവാണിത്. ഇവിടെയാണ് പ്രസിഡന്റിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. പേട്ട മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടമായ ഖാൻ ക്ലോക്ക് ടവറാണ് നേരെ മുമ്പിൽ കാണുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൊളംബോ ഓയിൽ മിൽസിന്റെ ഉടമകളായ ബോംബെയിൽ നിന്നുള്ള ഫ്രെംജി ഭിഖാജി ഖാന്റെ പാഴ്സി കുടുംബമാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. രാജപക്സെയുടെ രാജിക്ക് ശേഷം അധികാരമേറ്റ പ്രസിഡന്റ് വിക്രമസിംഗയുടെ കീഴിൽ IMF പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള ചർച്ചകളിലൂടെ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്ന കടുത്ത സാമ്പത്തിക ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നല്ല ഫലങ്ങൾ ശ്രീലങ്കയിലെ എന്റെ യാത്രയിൽ ഉടനീളം കാണാൻ സാധിച്ചു. ശ്രീലങ്ക ഇന്ന് പുരോഗതിയുടെ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളംബോയിലെ രസകരമായ കാഴ്ചകൾ ഇനിയുമുണ്ട്. അവയൊക്കെ അടുത്ത എപ്പിസോഡിൽ.